ഫെബ്രുവരി 11, 1996 ലഭിച്ച ദർശനങ്ങൾ. എന്റെ കൂടെ നടക്കുമ്പോൾ ബർത്തലോമിയോയ്ക്ക് ഒരു സന്ദേഹം. റബി, ദൈവരാജ്യം എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവേഷ്ടം നിറവേറ്റുവാൻ യഹൂദന്മാരെ തിരഞ്ഞെടുത്തത്? ഞാൻ ഉത്തരമരുത്. ദൈവം തന്റെ മക്കളെയെല്ലാം നോക്കിയപ്പോൾ അവിടുത്തെ ഹൃദയത്തിന് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നതായി കണ്ടത് ഇസ്രായേൽ മക്കളെയാണ്. അവരുടെ സ്നേഹം യഥാർത്ഥവും ദൈവത്തെ സേവിക്കുവാനുള്ള ആഗ്രഹം തീക്ഷ്ണതയുള്ളതുമായിരുന്നു. ലോകത്തിലുള്ള ബലഹീനരായവരെ രക്ഷിക്കുവാനായി പിതാവ് ബലവാന്മാരെ തിരഞ്ഞെടുത്തു. അങ്ങനെ ദൈവത്തിന്റെ സത്യം ഈ ബലവാന്മാരിലൂടെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ശരിക്കും മനസ്സിലാക്കാത്തതിനാൽ ബർത്തലോമിയ വീണ്ടും ചോദിച്ചു, പിന്നെ എന്തുകൊണ്ടാണ് ഫരിസയരും സദുക്കായരും പുരോഹിതന്മാരും ഇസ്രായേലിലെ ഭൂരിഭാഗം ആളുകളും അവരാണ് ദൈവത്തിന്റെ യഥാർത്ഥ മക്കളെന്ന് വിശ്വസിക്കുന്നത്? സ്വർഗം അവർക്ക് വേണ്ടി മാത്രമാണെന്ന് അവർ കരുതുന്നു. മാത്രമല്ല, വിജാതിയർക്ക് ദൈവം വില കൽപ്പിച്ചിട്ടില്ലെന്നും അവർ ദൈവരാജ്യം കാണുകയില്ലെന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. സ്നേഹിത, ഞാൻ പ്രതിഫലിച്ചു. നീ പറയുന്നത് നേരാണ്. സ്വർഗരാജ്യം യഹൂദർക്ക് മാത്രമുള്ളതാണെന്നും മറ്റാർക്കും അവകാശപ്പെട്ടതല്ലെന്നും പലരും കരുതുന്നുണ്ട്. പിതാവ് തന്റെ സ്നേഹത്താലാണ് എല്ലാവരെയും സൃഷ്ടിച്ചതെന്നും എല്ലാവരും സ്വർഗത്തിൽ അവിടുത്തെ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഒരു സമ്പന്നന്റെ മകനെ പോലെ നിറയെ സമ്മാനങ്ങളും നിധികളും വർഷിക്കപ്പെട്ടിരിക്കുകയാണ് അവന്റെ മേൽ. ജീവിതത്തിൽ ആകുലതകളും പ്രശ്നങ്ങളുമില്ലാത്തവനായി സന്തോഷപൂർവ്വം അവൻ പാതയിലൂടെ നടക്കുമ്പോൾ വഴിയോരത്തുള്ള പാവപ്പെട്ടവരെയും വിശക്കുന്നവരെയും രോഗികളെയും സഹായം ആവശ്യമുള്ളവരെയും അവൻ കാണുന്നില്ല. അവൻ ഒരു ശല്യമാണെന്നും അവഗണിക്കപ്പെടേണ്ടവരും നിന്ദിക്കപ്പെടേണ്ടവരുമാണെന്നും കരുതി അവൻ അവരുടെ നേരെ കണ്ണുകൾ അടച്ചു കളയുന്നു. അവൻ സമ്പന്നനാകിയാൽ അവരെ പോലെയല്ല, വ്യത്യസ്തനും സവിശേഷതയുള്ളവനുമാണ്. അല്ലെങ്കിൽ ഇത്രയേറെ അവൻ നൽകപ്പെടുമോ? തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമ്പത്ത് മറ്റുള്ളവരെ സഹായിക്കുവാനും രക്ഷിക്കുവാനുള്ളതാണ് സത്യം അവൻ കാണുന്നില്ല. അവൻ അപ്രകാരം മറ്റുള്ളവർക്കായി തന്റെ സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ പിതാവ് അവന് സംപ്രീതനായി കൂടുതൽ ദാനങ്ങൾ വർഷിക്കുമെന്ന് അവൻ അറിയുന്നില്ല. കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് ഇതാണ്: മകൻ മറ്റുള്ളവരുടെ നേരെ ഹൃദയമടച്ചുകൊണ്ട് സ്വന്തം ആവശ്യങ്ങളും സുഖങ്ങളും ആഗ്രഹങ്ങളും മാത്രം കാണുന്നു. അവൻ സ്വാർത്ഥനായ ഒരാത്മാവായി തീരുന്നു. എന്നാൽ ഒരു ദിവസം പിതാവ് അവനെ നോക്കിയപ്പോൾ തിരിച്ചറിയാതെ പോയി. അവനിൽ സ്വാർത്ഥതയും അത്യാഗ്രഹവും മാത്രം ദർശിച്ചപ്പോൾ ഹൃദയവ്യഥയാൽ പിതാവ് തന്റെ മകന്റെ സൗഭാഗ്യങ്ങളൊക്കെയും എടുത്തു മാറ്റുന്നു. പിതാവ് അതൊക്കെയും ആവശ്യത്തിലായിരിക്കുന്നവർക്ക് പങ്കുവെക്കുന്നു. അങ്ങനെ ആ മകൻ നഷ്ടപ്പെട്ടവനും ഭിക്ഷക്കാരനും ആയിത്തീരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് തനിക്ക് ഇപ്രകാരം സംഭവിച്ചതെന്ന് അവൻ അത്ഭുതപ്പെടുന്നു. കാലാന്തരത്തിൽ മറ്റുള്ളവർക്ക് നേർക്ക് ഹൃദയമടിച്ചത് വലിയ തെറ്റായിപ്പോയെന്ന് അവൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവന് കൂടുതൽ നഷ്ടപ്പെട്ട എന്തിനായിരിക്കുന്നുവെന്ന് അവൻ തിരിച്ചറിയുന്നു. അത് തനിക്ക് മാത്രമുള്ളതായിരുന്നുവെന്നും സഹോദരങ്ങളുമായി പങ്കുവെക്കാനുള്ളവയുമായിരുന്നുവെന്നും അവൻ മനസ്സിലാക്കുന്നു. അപ്പോഴാകട്ടെ പിതാവിനാൽ സമ്മാനങ്ങളും സമ്പത്തും നൽകപ്പെട്ടവർ അവൻ സഹായം വാഗ്ദാനം ചെയ്യുന്നു. ബലഹീനരും ദുർബലരുമായിരുന്നവർ പിതാവിന്റെ സ്നേഹത്താൽ ശക്തരായി. ആ ശക്തിയിൽ പൂർണ്ണ മനസ്സോടെ അർഹരും ആവശ്യത്തിലായിരിക്കുന്നവരുമായി പങ്കുവെക്കുന്നത് ഞാനിപ്പോൾ കണ്ടറിയുന്നു. ബോധ്യപ്പെട്ട മിഴികളോടെ ബർത്തലോമിയോ എന്നെ കടാക്ഷിച്ചു. ഗുരു, അങ്ങയുടെ ജ്ഞാനം ആഴമുള്ളതാണ്. അതെന്റെ ആത്മാവിനെ സ്പർശിക്കുന്നു. ഉറക്കത്തിൽ നിന്നും ഉണർന്ന് എല്ലാ മനുഷ്യരും ദൈവമക്കളാണെന്നും സ്വർഗരാജ്യം എല്ലാവർക്കും ഉള്ളതാണെന്നും തിരിച്ചറിയാൻ പോകുന്ന ആ നശിക്കപ്പെട്ട പുത്രൻ ഇസ്രായേലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൗനമായി ഞങ്ങൾ കുറച്ചു നേരം നടന്നു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുവാനായി ബർത്തലോമിയോ പോയി. അപ്പോൾ ദൂരെ നിന്ന് തന്നെ ഒരു തടാകം കാണുമാറായി. വലയെറിയുന്ന മീൻ പിടുത്തക്കാരുടെ കുറെ വള്ളങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അടുത്തു വരുന്തോറും എന്റെ ശിഷ്യന്മാരുടെ കണ്ണുകളിൽ മീൻ പിടിക്കാനുള്ള ആഗ്രഹം നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. മീൻപിടുത്തം അവിടെ ഹൃദയങ്ങളിൽ അലിഞ്ഞു ചേർന്നിരുന്നു. തീരത്തുകൂടി നടക്കുമ്പോൾ ഇടയ്ക്കിടെ ഞങ്ങൾ കുളിർപ്പിക്കുന്ന തണുത്ത വെള്ളത്താൽ കാൽവണ്ണ നനച്ചു. പത്രോസും യാക്കോബും യോഹന്നാനും എന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് പത്രോസ് പറഞ്ഞു, ഗുരു, ഇവിടെ അതിമനോഹരമാണ്. നമുക്ക് കുറച്ച് സമയം ഇവിടെ തങ്ങാം. അല്പം മീൻ പിടിച്ച് രസിക്കുകയും ചെയ്യാം. എന്റെ സ്നേഹിതരെ, നിശ്ചയമായും ഇവിടെ മനോഹരമാണ്. നമുക്ക് അല്പനേരം ഇവിടെ വിശ്രമിക്കാം. അവർ തടാകത്തിലേക്ക് ഓടിയിറങ്ങി പരസ്പരം വെള്ളം തെറിപ്പിച്ച് കളിക്കുകയും നീന്തി തുടിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം കളിയും ചിരിയുമായി അവർ ഒന്നു ചേർന്ന് ബഹളം വെച്ച് സന്തോഷിക്കുവാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ ചിലർ മീൻ പിടിക്കുവാനും മറ്റു ചിലർ സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് തീ കായുവാനുമായി പിരിഞ്ഞു.
അവർ ആയാസരഹിതരായി സന്തോഷിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ സുഖം തോന്നി. ഞങ്ങൾ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് ഒരുപാട് നടക്കുകയും അലയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വിശ്രമിക്കുവാനുള്ള സമയമാണ്. തോമസ് എന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല മീൻ തിന്നുവാൻ അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കർത്താവെ, പിടയ്ക്കുന്ന മീൻ പാകം ചെയ്താൽ നല്ല സ്വാദാണ്. വിശേഷിച്ച് ആ പ്രദേശത്ത് മത്സ്യത്തിന് രുചിയേറും. അവർക്ക് ധാരാളം മീൻ ലഭിക്കുമായിരിക്കും. തോമസ്, നമുക്ക് വേണ്ടത് ലഭിക്കും. നിനക്ക് മറ്റുള്ളവർക്ക് വയർ നിറച്ചു കഴിക്കുവാൻ മീൻ ലഭിക്കാതിരിക്കില്ല. അപ്പോൾ കൈ നിറയെ മത്സ്യവുമായി സന്തോഷത്തോടെ തുള്ളിച്ചാടി ഉച്ചത്തിൽ വിളിച്ചു കൂവിക്കൊണ്ട് യാക്കോബ് തീരത്തുകൂടി ഓടി വരുന്നുണ്ടായിരുന്നു. തോമസ് എന്നെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് എന്തായാലും ആസ്വദിച്ച് കഴിക്കണം. അവന്റെ കണ്ണുകളിൽ ഉടനെ കഴിക്കുവാൻ പോകുന്ന ഭക്ഷണം ഓർത്തിട്ടുണ്ടായ ഒരു തിളക്കം ഞാൻ കണ്ടു. തോമസ്, പിതാവ് തന്റെ കരുണയാൽ നമുക്ക് ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ ഭക്ഷണം നൽകുമ്പോൾ നമ്മൾ അവിടത്തേക്ക് നന്ദിയും സ്തുതിയും പറയണം. ശിഷ്യന്മാർ ഒരുമിച്ച് കൂടുകയും ഞാൻ മത്സ്യം ആശീർവദിക്കുകയും ചെയ്തു. പിതാവിന്റെ മഹാമനസ്കതയെ നന്ദി പറഞ്ഞു. മീൻ പാകം ചെയ്യുമ്പോൾ അതിന്റെ കൊതിയൂറുന്ന ഗന്ധം വായിൽ തങ്ങി നിന്നു. മീനിന്റെ വലുപ്പത്തിന്റെ ആകർഷണനായി വിസ്മയത്തോടെ അത് നോക്കിയിരിക്കുകയായിരുന്നു യൂദാസ്. കർത്താവെ, എന്തു വലിയ മീനാണ്! ഇതുപോലത്തെ മത്സ്യം ഞാൻ കണ്ടിട്ടേയില്ല. നല്ല കൊതിയൂറുന്ന മണവും. തീർച്ചയായും ഇതിൽ നല്ല രുചിയായിരിക്കും. അത് കഴിക്കുന്ന കാര്യമോർത്തപ്പോൾ അവന്റെ കണ്ണുകൾ വികസിച്ചു. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണം നോക്കൂ. എല്ലാ ശിഷ്യന്മാരോടും ഞാൻ പറഞ്ഞു, പിതാവിന്റെ ജോലി നിർവഹിക്കാൻ ആവശ്യമായതെല്ലാം അവിടെ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ആവശ്യമായുള്ളതും അതിലേറെയും തരുന്നു. ദൈവമേ സ്തുതി, തോമസ് ഉച്ചത്തിൽ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് പിതാവിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചു. സ്നേഹവും സന്തോഷവും നിറഞ്ഞുന്ന ലളിതമായ സംഭാഷണം ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. എല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പിതാവ് നൽകിയ അതിവിശിഷ്ടമായ ആഹാരം നിങ്ങളിന്ന് എന്നോടൊപ്പം ആസ്വദിക്കുകയുണ്ടായി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭാവിയിൽ പിതാവ് നിങ്ങൾക്ക് തരുവാൻ പോകുന്ന ഭക്ഷണം യഥാർത്ഥ ജീവന് വേണ്ടിയുള്ളതായിരിക്കും. പിതാവ് തന്റെ പുത്രനിലൂടെ നിങ്ങൾക്ക് നിത്യമായ ജീവാന്തരണം, നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നു. പിതാവ് യഥാർത്ഥ ജീവന്റെ അപ്പവും പാപമോചനത്തിന് വീഞ്ഞും നിങ്ങൾക്ക് നൽകുന്നതാണ്. സ്വർഗ്ഗത്തിൽ നിറങ്ങിവന്ന പുത്രൻ ഞാനാകുന്നു. നിങ്ങളുടെ ആത്മാക്കളെ പൂരിതമാക്കുന്ന അപ്പം ഞാനാകുന്നു. പാപമോചനമേകുന്ന വീഞ്ഞും ഞാനാകുന്നു. സ്വപുത്രനായ എന്നിലൂടെ മാത്രമാണ് പിതാവ് നിത്യജീവന്റെ അപ്പം വാഗ്ദാനം ചെയ്യുന്നത്. ഞാൻ പുത്രനാണ്. പിതാവ് വാഗ്ദാനം ചെയ്യുന്ന ഭക്ഷണം ഞാനാണ്. നിങ്ങളുടെ ആത്മാക്കളെ ചുറ്റിപ്പോറ്റുകയും നിങ്ങളെ സമാധാനം നിറയ്ക്കുകയും ചെയ്യുന്ന ഭക്ഷണം ഞാനാണ്. എന്നിൽ നിന്ന് ഭക്ഷിക്കൂ, നിങ്ങൾ ഒരിക്കലും വിശക്കുകയില്ല. അവരുടെ മുഖത്ത് അനിശ്ചിതത്വവും ചിന്താക്കുഴപ്പവും നിലച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമ്പോൾ ഭക്ഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാം. അപ്പോൾ ആവശ്യ നേരത്ത് നിങ്ങൾക്ക് വിശപ്പുണ്ടാവുകയില്ല. അവർക്ക് പറഞ്ഞത് മനസ്സിലായില്ല. വരും കാലങ്ങളിൽ നിങ്ങൾ പുറകോട്ട് ചിന്തിക്കുകയും ഞാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാക്കുകയും ചെയ്യും. പിന്നീട് ഇപ്രകാരം പറയുന്നത് നിങ്ങളായിരിക്കും, കർത്താവെ, ഞങ്ങൾ എങ്ങനെ എപ്പോൾ മനസ്സിലാക്കുന്നവനാണ്? പലപ്പോഴും അങ്ങ് പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. മത്തായിയാണ് ഇപ്പോൾ പറഞ്ഞത്, എന്റെ വാക്കുകൾ വിശ്വസിക്കൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ എന്റെ പിതാവിന്റെ പക്കലേക്ക് തിരികെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ അറിയപ്പെട്ടവരാകും. എന്റെ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ സജീവമാവുകയും ചെയ്യും. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, അങ്ങ് അപ്രകാരമാണ് പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. അതിനുശേഷം ഞങ്ങൾ ഉറങ്ങി. ഉച്ച കഴിഞ്ഞ് അല്പം വൈകിയാണ് അടുത്ത പട്ടണത്തേക്ക് സ്വന്തം സ്ഥലത്തേക്ക് പോകുവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉച്ചത്തിലൊരു തർക്കം നടക്കുകയായിരുന്നു. 2 മനുഷ്യർ ചേർന്ന് ഒരു സ്ത്രീയെ പിടിച്ചു വെച്ചിരിക്കുന്നു. അവർ ഉറക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിലൊന്നും ഇങ്ങനെ പറഞ്ഞു, ഇവൾ കള്ളിയാണ്. എന്റെ വസ്ത്രത്തിൽ ഇവൾ മോഷ്ടിച്ചു, പണവും തരുന്നില്ല. മറ്റേയാൾ അലറുകയായിരുന്നു, ഇവൾ മോഷ്ടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ആദ്യത്തെയാൾ പിന്നെയും ആക്രോശിച്ചു, ന്യായം പറയുവാൻ ഇവിടെ ആരുമില്ലേ? ഇവൾ ശിക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ ആളുകൾ ഉറക്കെ പറഞ്ഞു, കള്ളി, കള്ളി, കള്ളി. വയസ്സായി വെലിഞ്ഞ് വിളറിയ ആ പാവം സ്ത്രീ ഭയപ്പെട്ട് ചുറ്റുപാട് നോക്കി. അവൾ യാചിക്കുന്നു, കരുണയുണ്ടാവണമേ, ഈ കിളവിയോട് കരുണ കാണിക്കൂ. ഞാൻ മുമ്പോട്ട് ചെന്ന് ആ സ്ത്രീയുടെ കൈ പിടിച്ചുകൊണ്ട് അവളെ ആ മനുഷ്യന്റെ കൈകളിൽ നിന്ന് മോചിപ്പിച്ചു. താങ്കൾ എന്താണ് ചെയ്യുന്നത്? എന്റെ സാധനങ്ങൾ മോഷിച്ചതാണ് അവൾ. അതിൽ ഒരാൾ എന്നോട് കയ്യെടുത്തു. സ്നേഹിത, താങ്കളുടെ വിലപിടിപ്പുള്ള ഏത് വസ്തുവാണ് ഇവൾ എടുത്തത്? ഇവൾ കുറച്ച് ധാന്യം മോഷ്ടിച്ചു, 1/2 ശെക്കൽ വില വരും. അയാൾ പറഞ്ഞു, യൂദാസെ, ഇയാൾക്ക് ദാനത്തിന് വിലയായ 1 ശെക്കൽ കൊടുക്കൂ. ഒരു നിമിഷം യൂദാസ് ഒന്ന് അമ്പരന്നു. പിന്നെ കീശയിൽ കൈയിട്ട് 1 ശെക്കൽ എടുത്ത് അയാൾ കൊടുത്തു. ആ മനുഷ്യൻ ആ സ്ത്രീയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എങ്കിലും ആ സ്ത്രീ മോഷണം നടത്തിയവളാണ്, പാപമാണ് ഇവൾ ചെയ്തിരിക്കുന്നത്. സ്ത്രീയെ, നിങ്ങൾ എന്തിനാണ് മോഷ്ടിച്ചത്? പ്രഭു, എനിക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ലാത്തതിനാലാണ് ഞാൻ മോഷ്ടിച്ചത്.
എന്റെ മകൻ 1 വർഷം മുമ്പ് മരിച്ചു. പിന്നെ എനിക്ക് താങ്ങായി ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിൽക്കുന്ന ആ സഹോദരന്മാരോട് അല്പനേരം മുമ്പ് എന്നെ ഒന്ന് ചെറുതായി സഹായിക്കുമെന്ന് അപേക്ഷിച്ചതാണ്. എന്നാൽ ആരും കൂട്ടാക്കിയില്ല. ചുങ്കം പിരിവുകാർ എന്റെ വീടെടുത്തു. അയൽവാസികൾ എന്റെ വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോയി. എന്റെ കൈവശം ഇപ്പോൾ യാതൊന്നുമില്ല. പുരോഹിതന്മാർ പോലും എന്നെ ദേവാലയം മുറ്റത്ത് കയറ്റുന്നില്ല. എന്നാൽ എന്റെ പക്കൽ ദൈവത്തിന് കാഴ്ചയർപ്പിക്കാൻ പണമില്ല. പ്രാർത്ഥനയും സ്നേഹവുമല്ലാതെ ദൈവത്തിന് നൽകാൻ എനിക്ക് മറ്റൊന്നുമില്ല. അവൾ കരഞ്ഞുകൊണ്ട് എന്റെ കാൽക്കൽ വീണു. എന്നിട്ട് പ്രകാരം പറഞ്ഞു, യജമാനനെ, എന്റെ മകൻ മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ദയ കാണിക്കുന്നത്. ഞാൻ താങ്കളെ ഒരിക്കലും മറക്കുകയില്ല. ഞാൻ ചുറ്റും നോക്കി. എല്ലാവരും നിശബ്ദരായി ലജ്ജയാ തലതാഴ്ത്തി നിന്നിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങളിൽ ഒരുവൻ പോലും ജീവിച്ചിട്ടില്ല. ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ ആരും പാലിച്ചിട്ടില്ല. നിങ്ങളോട് മറ്റുള്ളവർ കരുണയോടും ദയോടും ക്ഷമാപുറം വർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവർ വർത്തിക്കുന്നില്ല. നിങ്ങളുടെ പുരോഹിതരുടെ പ്രമാണികളുമാകട്ടെ അവരുടെ ഒരു സഹോദരി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു മകളെ പ്രകാരം അവഹേളിച്ചുകൊണ്ട് അവർക്ക് തന്നെ ലജ്ജ വരുത്തി വെച്ചിരിക്കുന്നു. പുരോഹിതന്മാരും പ്രമാണിമാരും അവരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അവരുടെ സമ്പത്തും പ്രശസ്തി മാത്രം. അത്യാവശ്യമായിരിക്കുന്നവരെ അവരെ സഹായിക്കേണ്ടവർ തന്നെ അവഗണിക്കുന്നു. ഒരു പുതിയ മതശാഖ മുളയ്ക്കുന്ന ദിവസം വരുന്നതിൽ അതിശയിക്കുന്നൊന്നുമില്ല. അത് സത്യമായും ദൈവത്തിന് ആലയമായ തിരുസഭ ഉണ്ടാകും. നിങ്ങൾക്ക് അപമാനവും. ഇത്രയും പറഞ്ഞിട്ട് നിശബ്ദനായി അവിടെ വിട്ടുപോയി. എലിശന്മാരോട് ആ പ്രായമായ സ്ത്രീയെ യൂദയായുള്ള എലിസബത്തിന്റെ പക്കലേക്ക് കൊണ്ടുപോകുവാൻ നിർദ്ദേശിച്ചു. എലിസബത്ത് അവൾ സ്വന്തം എന്ന പോലെ കരുതി ശുശ്രൂഷിച്ചുകൊള്ളും.